ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്ത് ഹോപ്പ് ടിയിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിപ്പന്തക്കോണം ദൈവം എന്നെ സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആയിരിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടും കൂടിയാണ് ഞാനിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് സർവശക്തനായ ദൈവം എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ദൈവം സർവശക്തനാണ്. ആ ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്, ചിന്തിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരുന്നാട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന അടിയങ്ങളുടെ സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി സ്തോത്രം, നൽകി തന്നിരിക്കുന്ന വചനങ്ങൾക്കായി സ്തോത്രം. ദൈവം അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ. അടിയനെ കർത്താവെ അങ്ങ് ശക്തീകരിക്കണം. അടിയൻ്റെ നാവിലൂടെ തന്നെ ദൈവം സംസാരിക്കുമാറാണമേ. കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചോദിച്ച കുറവാണെങ്കിലും ധാരാളമായ നന്മകളാൽ നിറയ്ക്കണം. സകലവും പൊന്നേസ്തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ സർവശക്തനായ ദൈവം എന്ന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്ന് ഈ ലോകത്ത് നമുക്ക് ആവശ്യം ശക്തനായ ഒരു കൂട്ടാളിയാണ്. നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു ശക്തനായ കൂട്ടാളിയാണ് നമുക്കാവശ്യം. ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ സർവശക്തനാണ് എന്ന്. തീർച്ചയായിട്ടും ദൈവത്തെ നമ്മുടെ കൂടെ കൂട്ടിയാൽ നമുക്കൊന്നിനും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഇരമ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഇരമ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ശക്തനാണ്. ദൈവം സർവശക്തനാണ്. ആകാശത്തെയും ഭൂമിയെയും ഈ സർവ്വചരാചരങ്ങളെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം. ഇവിടെ ഇരമ്യ പ്രവാചകൻ പറയുന്നു, അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ പറയുന്നു, നീട്ടിയ ഭുജം കൊണ്ടും നിൻ്റെ മഹാശക്തി കൊണ്ടും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. നമുക്ക് എണ്ണിക്കൂടാതെ പോലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും ഇനി കാണാനുള്ളതായിട്ടുള്ള കാര്യങ്ങളും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ അനേകം അത്ഭുത കാര്യങ്ങൾ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ കടൽ കണ്ടിട്ടുള്ളവരാണ്. കടലിൻ്റെ മുകളിലൂടെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളവരായിരിക്കാം. എന്നിരുന്നാലും ആ കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ എത്ര മനോഹരമായിട്ടാണ് ദൈവം അതിനെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യന് ചെന്നെത്താൻ പറ്റുന്നതിലും ആഴമേറിയ കടൽ, എത്ര മനോഹരമായിട്ടാണ് ദൈവം അതിനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ജലസംഭരണികൾ, ഡാമുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അത് പൊട്ടാതെ അല്ലെങ്കിൽ ആ വെള്ളം നഷ്ടപ്പെട്ടു പോകാതെ മനുഷ്യൻ്റെ ബുദ്ധിയാൽ എന്തെല്ലാം കാര്യങ്ങൾ വെച്ചാണ് തടഞ്ഞു നിർത്തുന്നത്. കരിങ്കല്ലുകളും സിമെൻറ്റും അങ്ങനെ വെട്ടുകല്ല്, കമ്പി ഇങ്ങനെ എല്ലാം ഉപയോഗിച്ച് അതിന് തടയുണ്ടാക്കി വളരെ ഭദ്രതയോടുകൂടി അതിനെല്ലാം തടഞ്ഞു നിർത്തുന്നു. എന്നിരുന്നാലും അത് നഷ്ടപ്പെട്ടു പോകും, അത് പൊട്ടും എന്ന ഭയം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇത്ര വലിയ കടലിനെ, മനുഷ്യന് അളക്കാൻ സാധിക്കാത്തത്രയും ആഴമുള്ള കടലിനെ, ആ കടൽ മനുഷ്യന് നാശം വിധിക്കാതിരിക്കാൻ, കയറി വരാതിരിക്കാൻ തക്കവണ്ണം ദൈവം എന്തുകൊണ്ടാണ് തടയിട്ടിരിക്കുന്നത്? വെറും മണൽ തിട്ട കൊണ്ട്. ചിന്തിച്ചു നോക്കുക, അത്ര ബലവാനായ, അത്ര ശക്തിമാനായ, സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഇത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രം. ചിന്തിച്ചു നോക്കുക, തൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും കർത്താവയത്തിൻ്റെ മഹാശക്തി കൊണ്ടും നീ എന്ത് ചെയ്തിരിക്കുന്നു? നീ ഭൂമിയെ ഉണ്ടാക്കിയിരിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയിരിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ ദൈവം, എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കഴിവും നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക.
ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും തൻ്റെ വിരലുകൾ സീല് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ആ സീല് വെച്ച് നോക്കിയാൽ, ഒരു 10 പേര് വെച്ചാൽ 10 പേർക്കും 10 രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റുകളായിരിക്കും. എത്ര അത്ഭുതകരമായിട്ടാണ് മനുഷ്യനെ ദൈവം ആക്കി വച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതെത്ര മനോഹരമായിട്ടാണ് ദൈവം അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ദൈവം അത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അതിലൊരു കോട്ടം തട്ടിപ്പോയാൽ, അതിലൊരു മാറ്റം സംഭവിച്ചു പോയാൽ പിന്നെ മനുഷ്യൻ ഇല്ല. എത്ര മനോഹരമായിട്ടാണ്, എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി അടുക്കും ചിട്ടയോടുകൂടി ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. ഈ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതൊരു മനുഷ്യനോ അല്ലെങ്കിൽ വേറെ എന്തിനുമോ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഈ നഖം നമുക്ക് വെട്ടിക്കളയാം. പക്ഷേ അതെവിടെ നിന്ന് വരുന്നു, അതെങ്ങനെ വരുന്നു, അതെങ്ങനെ ഉത്ഭവിക്കുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമുക്കത് കാണാതെ കാണാൻ സാധിക്കില്ല. നമ്മൾ കാണാത്ത അനേകം അതിശയ കാര്യങ്ങളെ നമ്മളുടെ മുമ്പിൽ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സർവശക്തനായ ദൈവം നമ്മളുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. വെളിപാടിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, എന്നിരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തനായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ഞാൻ ആദ്യമേ ഉണ്ടായിരുന്നു, ഉൽപ്പത്തിയിലുണ്ടായിരുന്നു, ഞാൻ വെളിപാടിലുമുണ്ട്. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തനായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്ന് ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളും സർവശക്തന്മാരായി മാറേണ്ടതുണ്ട്. ആത്മീയമായി നമ്മളും ശക്തന്മാരായി മാറേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ആത്മീയമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ തളർന്നു പോകാറുണ്ട്. കാരണം പലവിധമായ പ്രയാസങ്ങൾ പൈശാചികൻ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ, പലവിധമായ പ്രതിസന്ധികൾ പൈശാചികൻ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമ്മളും അശക്തരായി പോകാറുണ്ട്, നമ്മളും തളർന്നു പോകാറുണ്ട്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ദൈവം സർവശക്തനാണ്, അവൻ ആൽഫയാണ്, ഒമേഗയാണ്, അവൻ ആദ്യനാണ്, അന്ത്യനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും സർവശക്തനായ ദൈവം എന്നോടും നിങ്ങളോടും കൂടെ ഇരിക്കുന്നത് കൊണ്ട് ആ പ്രതിസന്ധിയെയും പ്രതികൂലങ്ങളെയും എല്ലാം അതിജീവിക്കാൻ തക്കവണ്ണം എൻ്റെ ദൈവത്താൽ നമുക്ക് സാധ്യമാകും എന്നുള്ളത് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ആ പ്രതികൂലങ്ങളെല്ലാം അതിജീവിക്കാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക. 99 വയസ്സായപ്പോഴാണ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, ഞാൻ സർവശക്തനായ ദൈവം ആകുന്നു, എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക. സർവശക്തനായ ദൈവമായതുകൊണ്ട് നമ്മളും എന്തു ചെയ്യുക? ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കുക. 99-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത്. കാരണം 99 വയസ്സ് വരെ ദൈവം അബ്രഹാമിനോട് കൂടെ ഇരുന്നു. എന്നിട്ടും അബ്രഹാമിനോട് ദൈവം പറയുന്നു, എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കുക. ഞാൻ സർവശക്തനായ ദൈവമാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളെപ്പോഴും പറയാറുണ്ട്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്, ദൈവം നമ്മളെ കരുതുന്നവനാണ്, ദൈവം നമ്മളെ പരിപാലിക്കുന്നവനാണ്, സ്നേഹമുണ്ട്, ദൈവം സ്നേഹമാണ് എന്നെപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ സത്യമുണ്ട്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം കുറ്റങ്ങളോ കുറവുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മളുടെ പോരായ്മകളോ വന്നാൽ ദൈവം ക്ഷമിച്ചു തരും എന്നുള്ളത് ഒരു വശമാണ്. പക്ഷേ നാം എന്തു ചെയ്യണം? അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, ഞാൻ സർവശക്തനാകൊണ്ട് നീ എന്തു ചെയ്യുക? എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കുക, എൻ്റെ മുന്നിൽ കുറ്റമറ്റവനായിരിക്കുക. ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവം പറയുന്ന കാര്യം അതുതന്നെയാണ്. ഞാൻ സർവശക്തനായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക? എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കുക, എൻ്റെ മുന്നിൽ കുറ്റമറ്റവനായിരിക്കുക. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമറ്റവരായിരിക്കാൻ തക്കവണ്ണം ശ്രമിക്കുക. ദിനവൃത്താന്തം
1 ദിനവൃത്താന്തം 29 അധ്യായം അതിൻ്റെ 12 വാക്യം. 1 ദിനവൃത്താന്തം 29 അധ്യായം അതിൻ്റെ 12 വാക്യം. അവിടെ പറയുന്നു, ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്നാണ് വരുന്നത്. നീ എല്ലാവരെയും ഭരിക്കുന്നു. നിൻ്റെ കയ്യിലാണ് ശക്തിയും ബലവും. എല്ലാവരെയും വലുതാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും നിൻ്റെ കയ്യിലാണ്. ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ് ധനവും ബഹുമാനവും. ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഇന്ന് ലോകത്തില്ല. എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എനിക്ക് ധനമുണ്ടാകണം, എനിക്ക് സമ്പത്തുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ ജനങ്ങളും. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു ജനവും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിന്തിച്ചു നോക്കുക. ഇവിടെ പറയുന്നത് ധനവും ബഹുമാനവും നിങ്ങൾ നിന്നാണ് വരുന്നത്. എവങ്കിൽ നിന്ന്? ദൈവത്തിൽ നിന്നാണ് ധനവും ബഹുമാനവും വരുന്നത്. ഇന്ന് നിങ്ങളെ ആരും ബഹുമാനിക്കുന്നില്ല എങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ധനമില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, പ്രയാസപ്പെട്ടു പോകണ്ട, നിങ്ങൾ ആരോടും പരാതി പറയേണ്ട, നിങ്ങൾ പ്രതിസന്ധിയിലേക്കോ പ്രതികൂലങ്ങളിലേക്കോ ഒന്നും പോകണ്ട. ഇന്ന് നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി മുട്ടുകളെ മടക്കുക, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. മനസ്സിലാക്കുക. 34 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. തീർച്ചയായിട്ടും അവങ്കിലേക്ക് നോക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല, അവൻ്റെ മുഖം പ്രകാശിതമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ധനവും ബഹുമാനവും നിങ്ങൾ നിന്നാണല്ലോ വരുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ, നീ എല്ലാവരെയും ഭരിക്കുന്നു. നിൻ്റെ കയ്യിലാണ് ശക്തിയും ബലവും. നിൻ്റെ കയ്യിലാണ് ശക്തിയും ബലവും. നീ എല്ലാവരെയും ഭരിക്കുന്നു. അപ്പോൾ ധനവും ബഹുമാനവും ശക്തിയും ബലവും ദൈവത്തിൽ നിന്ന് വരുന്നു. ഇന്ന് ശക്തിയും ബലവും ധനവും ബഹുമാനവും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. ഇന്ന് നിങ്ങളെ ആരെങ്കിലും പഴി പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളെ ആരെങ്കിലും പള്ളു പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ആ മാറ്റി നിർത്തുന്ന വ്യക്തികളെ കൊണ്ട് നമുക്ക് വേണ്ടി കൈയടിപ്പിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. യോസേഫിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. യോസേഫ് തൻ്റെ സ്വന്തം സഹോദരന്മാരാൽ നഷ്ടപ്പെട്ടു പോയി, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു. അവനെ അവർ കളിയാക്കി, അവനെ കുറ്റം ചുമത്തി, അവനെ കൊല്ലുവാൻ വരെ ശ്രമിച്ചു. അവൻ കടന്നുപോയ നാടുകളിലെല്ലാം അവൻ ജയിലറയിൽ കടന്നു. അവൻ കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിച്ച് അവൻ ജയിലറയിൽ അനേകം നാളുകൾ കടന്നു. അവസാനം അവനെ ദൈവം എവിടെയാക്കി? ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാക്കി മാറ്റി. തൻ്റെ പ്രിയ പിതാവും തൻ്റെ സഹോദരങ്ങളും അവൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അവനെ നമസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് തൻ്റെ ദൈവം കൊണ്ടെത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. ചിന്തിച്ചു നോക്കുക. നമ്മൾ എത്ര തള്ളപ്പെട്ടു പോയാലും, നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മളെ തള്ളിക്കളഞ്ഞാലും, നിന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവം നിനക്കുണ്ട്. സർവശക്തനായ ദൈവം നിനക്കുണ്ട്. നീ നിൻ്റെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന കാലത്തിന് മുന്നേ തന്നെ നിന്നെ അറിഞ്ഞ സർവശക്തനായ ദൈവം നിനക്കുണ്ട്. ആ ദൈവം നിന്നെ വഴി നടത്തും. നിന്നെ ആകാശമേഘങ്ങളിൽ ആ ഉന്നതങ്ങളിൽ വാഹനമേറി ഓട്ടുമാറാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധിപ്പിക്കുന്നു. ധനവും ബലവും ശക്തിയും ബഹുമാനവും എല്ലാം ഇന്ന് ദൈവത്തിനുള്ളതാണ്. ആ ദൈവം വിചാരിച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഉന്നതനായിട്ട് നിൽക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. പക്ഷേ ഇതെല്ലാം നൽകി തരാൻ തക്കവണ്ണം ദൈവം ഒരുക്കമാണെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ രൂപീകരിക്കണം? നമ്മളുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ മാറ്റണം? യോസേഫ് മാറ്റിയതുപോലെ യോസേഫിൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് യോസേഫ് ആഗ്രഹിച്ചോ, ദൈവം എങ്ങനെ യോസേഫ് മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചോ, അതേ രീതിയിൽ യോസേഫ് മാറി. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ അനുസരിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും ലംഘിക്കാതെ അവൻ്റെ ജീവിതം അവൻ മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഫലമാണ് സർവശക്തനായ ദൈവം ആ രാജ്യത്ത് അവനെ ഉയർത്തിയത് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമ്മളുടെ പാപങ്ങളാണ് നമ്മളെ ഉയരാൻ തക്കവണ്ണം സാധിക്കാതെ നമ്മളെ താഴേക്ക് പിടിച്ച് വലിക്കുന്നത്. മനസ്സിലാക്കുക, ധനവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് വരുന്നു. ശക്തിയും ബലവും സർവശക്തനായ ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനവും ധനവും ശക്തിയും ബലവും നമ്മൾ ആഗ്രഹിക്കുന്ന തെറ്റാണ്. എന്നിരുന്നാൽ പോലും നമ്മളെ
അത് ആ ശക്തിയും ബലവും അണിയിച്ച് ദൈവം നമ്മളെ ഒരുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിലോ നമ്മളുടെ കുടുംബക്കാരുടെ മുമ്പിലോ നമ്മൾ നാണം കെട്ട് നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. സ്വന്തം പിതാവോ സ്വന്തം മാതാവോ സ്വന്തം സഹോദരങ്ങളോ നമ്മളെ തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ ഭയപ്പെട്ടു പോകണ്ട, സങ്കടപ്പെട്ടു പോകണ്ട, പതറിപ്പോകണ്ട. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കുക. നമ്മളുടെ മുട്ടുകളെ മടക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുക. തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുക. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. നീ പോയാൽ ധൈര്യത്തോടെ യുദ്ധത്തിന് ചെല്ലുക, എങ്കിലും ദൈവം നിൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ വീഴ്ത്തും. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. നമ്മളുടെ പ്രവൃത്തി മേഖലയിൽ നമ്മൾ എവിടെയായിരുന്നാലും ശരി, നമ്മളുടെ ശത്രുക്കളെ നമുക്ക് മുമ്പിൽ കീഴ്പ്പെടുത്താൻ തക്കവണ്ണം ദൈവം സർവശക്തനാണ്. ഇന്ന് നമ്മളുടെ ശത്രുവായിട്ട് നിൽക്കുന്നത് ആ പിശാചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. പിശാച് നമ്മുടെ മുമ്പിൽ ശത്രുവായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പിശാചിനെ കീഴ്പ്പെടുത്തുവാനും അവനെ തോൽപ്പിക്കുവാനും തക്കവണ്ണം ദൈവം സർവശക്തനാണ്. ആ ശക്തിയും ബലവും നമ്മിലേക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആ ശക്തിയും ബലവും സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇതുവരെയും ആ ശക്തിയും ബലവും സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയം മുതൽ പ്രിയ ദൈവമക്കളെ നമ്മൾ ഒരുങ്ങുക. ദൈവത്തിൻ്റെ ശക്തിയും ബലവും ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, അവൻ തൻ്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ശാന്തമാക്കി, തൻ്റെ വിവേകം കൊണ്ട് രഹബിനെ തകർത്തു. അവൻ തൻ്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ശാന്തമാക്കി, തൻ്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ശാന്തമാക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവം. ആ സമുദ്രത്തിന് മുകളിലൂടെ നടക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവം. വെറും വാക്കുകൊണ്ട് കാറ്റിനെയും കടലിനെയും തടുത്തു നിർത്താൻ ശക്തിയുള്ളവനായ ദൈവം. ഒരൊറ്റ വാക്കുകൊണ്ട് ചെങ്കടലിനെ 2ആയിട്ട് വിഭജിക്കാൻ ശക്തിയുള്ള ദൈവം. പാറയിൽ നിന്ന് വെള്ളം തരുവാൻ ശക്തിയുള്ള ദൈവം. ആ അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും ഇസ്രായേൽ മക്കളെ വഴി നടത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവം. ചിന്തിച്ചു നോക്കുക. ആ സർവശക്തനായ ദൈവമാണ് ഇന്നെന്നോടും നിങ്ങളോടും കൂടിയിരിക്കുന്നത്. ആഴക്കടലിൽ തൻ്റെ ശിഷ്യന്മാർ അകപ്പെട്ടു പോയപ്പോൾ ആ വെള്ളത്തിന് മുകളിലൂടെ കടന്നു വന്ന്, ആ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്ന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആ പടകിലേക്ക് കയറിയ സർവശക്തനായ ദൈവം. യോനയെ വഹിച്ചു കൊണ്ടുപോയ കപ്പൽ കാറ്റിലും കടലിലും ഉലഞ്ഞപ്പോൾ ഒരു വാക്കുകൊണ്ട് ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവം. ശിഷ്യന്മാർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കടലും വന്നപ്പോൾ ഒരു വാക്കുകൊണ്ട് ആ കാറ്റിനെയും കടലിനെയും ശാന്തനാക്കിയ ദൈവം. ആ സർവശക്തനായ ദൈവമാണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. അനേകർ അത്ഭുതപ്പെട്ടു പോയി. ഈ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് അനേകർ അത്ഭുതപ്പെട്ടു പോയി. അത്രത്തോളം ശക്തിമാനായ ദൈവം, അത്രത്തോളം ശക്തനായ ദൈവത്തെയാണ് ഇന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ദൈവത്തെയാണ് ഇന്ന് ഞാനും നിങ്ങളും വിളിക്കുന്നത്. ആ ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, കടൽ പോലെ, കാറ്റുപോലെ, കാറും കോളും പോലെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നാലും അതിനെല്ലാം അതിജീവിക്കാൻ തക്കോണം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. 62-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം. 62-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം. ദൈവം ഒരിക്കൽ സംസാരിച്ചു, 2 തവണ ഞാനത് കേട്ടു. ആ ശക്തി ദൈവത്തിൻ്റേതാണ്. ശക്തി ദൈവത്തിൻ്റേതാണ്. നമ്മളെ വഴി നടത്തുന്ന ശക്തി ദൈവത്തിൻ്റേതാണ്. നമ്മളെ കാത്തു പരിപാലിക്കുന്ന ശക്തി ദൈവത്തിൻ്റേതാണ്. ഇന്ന് ഞാനും നിങ്ങളും ജീവനോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ശക്തി അത് ദൈവത്തിൻ്റേതാണ്. ഇന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ശക്തി അത് ദൈവത്തിൻ്റേതാണ്. ഞാൻ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം അത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, അല്ലാതെ എൻ്റെ കഴിവല്ല. അയ്യോ കർത്താവേ, നീ എന്നെ ഓർക്കുവാൻ മാത്രം ഞാൻ എന്തുള്ളൂ, നീ എന്നെ കരുതുവാൻ മാത്രം ഞാൻ എന്തുള്ളൂ, നീ എന്നെ കരുതുവാൻ മാത്രം ഞാൻ എന്തുള്ളൂ. ഒന്ന് ചിന്തിച്ചാൽ മതി, ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി, പിന്നെ ഞാനില്ല. സർവശക്തനായ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ഓർമ്മിക്കുന്നത് കൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവനോടെ ശേഷിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും ജീവനുള്ള ദേശത്ത് ശേഷിച്ചിരിക്കുന്നു.
സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നത് പോലെ, അയ്യോ യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല. ഈ ഭൂമിയിൽ സകലതും ദൈവത്തിന് സാധ്യമാണ്. നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം നിൻ്റെ ദൈവം ശക്തനാണ്. നിന്നെ പഴി പറയുന്നവരുടെ മുമ്പിൽ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. നിന്നെ മാറ്റി നിർത്തുന്നവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. നിന്നെ കളിയാക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം നിൻ്റെ ദൈവം ശക്തനാണ്. പക്ഷേ നമ്മളുടെ ജീവിതങ്ങളെ നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ മാത്രം മതി. ഇന്ന് നമ്മൾ ആരും തന്നെ നമ്മളുടെ ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, പൈശാചികൻ നമ്മളെ പിടിച്ച് ഞെരുക്കുമ്പോൾ, ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം പൈശാചികൻ ദൈവത്തിൻ്റെ ജനത്തെ ഞെരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം. ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ ഫിനാൻഷ്യലി ഒന്നുമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് എന്ന് നമ്മൾ ആലോചിച്ച് വിഷമിച്ച് ബുദ്ധിമുട്ടി നമ്മൾ പ്രാർത്ഥനയും വേണ്ടാന്ന് വയ്ക്കും, നമ്മുടെ വേദപഠനം വേണ്ടാന്ന് വയ്ക്കും, നമ്മൾ വേദവായന വേണ്ടാന്ന് വയ്ക്കും, പ്രസംഗങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും, വചനം സംസാരിക്കുന്നത് നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ എല്ലാം നമ്മൾ മാറ്റി വയ്ക്കും. അതുകൊണ്ട് പൈശാചികൻ എന്ത് ചെയ്യുകയാണ്? സാമ്പത്തികമായിട്ട് ദൈവത്തിൻ്റെ ജനത്തെ ഞെരുക്കി അങ്ങ് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ധനവും ബഹുമാനവും നിനക്കുള്ളത്, ധനവും ബഹുമാനവും നിനക്കുള്ളത് എന്ന് വചനം സാക്ഷ്യം പറയുന്നു. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവം, സമ്പന്നനായ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം മതിയാവുവോളം നിന്നെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം തന്നവനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും, എന്നെയും നിങ്ങളെയും വഴി നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എൻ്റെ പ്രിയ ദൈവത്തിൻ്റെ ജനമേ. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി കൊടുക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല എന്നുള്ള വചനം നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ വഴി നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 93-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, 93-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, പെരുവെള്ളത്തിൻ്റെ മുഴക്കത്തെക്കാളും സമുദ്രത്തിലെ ശക്തമായ തിരമാലകളുടെ ഉയരത്തിൽ കർത്താവ് ശക്തനാണ്. പെരുവെള്ളത്തിൻ്റെ മുഴക്കത്തെക്കാളും സമുദ്രത്തിലെ ശക്തമായ തിരമാലയെക്കാളും ഉയരത്തിൽ കർത്താവ് ശക്തനാണ്. ആ ഉയർന്നു പൊങ്ങുന്ന തിരമാലയിലും ശക്തനായ ഒരു ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും കൂടെയുള്ളത്. ആ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലിനേക്കാളും അതിൻ്റെ ശബ്ദത്തെക്കാളും വലിയ ശക്തിയുള്ളവനാണ് ഇന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. ആ ദൈവം തന്നെയാണ് നമ്മളെ വഴി നടത്താം, നമ്മളെ കാത്തു പരിപാലിക്കാം, നമ്മളെ സ്നേഹിക്കാം, നമ്മളെ കരുതാം എന്ന് നമുക്ക് വാഗ്ദത്തം തന്ന ദൈവം. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും എന്ത് ചെയ്യുന്നില്ല? എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇതിനെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇതുവരെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ തക്കോണം നീ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് ഒരുങ്ങിക്കൊള്ളുക, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകൊള്ളുക. ഇന്ന് നീ ഈ വചനം കേൾക്കുന്ന സമയത്ത് ഇതുവരെയും ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. നമുക്ക് ആവശ്യമായതെല്ലാം നേടിത്തരുവാൻ തക്കോണം ശക്തനായ ദൈവം, സർവശക്തനായ ദൈവം ഇന്നെന്നോടും നിന്നോടും കൂടെയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അടികളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അടികളെ അങ്ങ് സഹായിക്കുമാറാണമേ. അങ്ങ് സർവശക്തനാണെന്നും നീട്ടിയ ഭുജത്താൽ അടികളെ കാത്തു പരിപാലിക്കുന്നു എന്ന് അടികൾ മനസ്സിലാക്കുന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ സമയം കർത്താവേ, അടികൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടികളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അടികൾ അനുഗ്രഹിക്കണം, വഴി നടത്തണം, കാത്തു പരിപാലിക്കണം, അടികളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചു കുറവാണെങ്കിലും അധികമായ നന്മകളാൽ നിറയ്ക്കണം. സകലവും പൊന്നേസ് തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തിനായി സമർപ്പിക്കാം. ആമേൻ.